ഹായ്, എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നല്ല മഴയും തണുപ്പും ഉണ്ട്. കല്ലു ശബരിശാൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് ഞാൻ പ്രത്യേകിച്ചും എന്നും ഈ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകുന്നത്. പിന്നെ ഒരുപാട് ബൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ പോകത്തില്ല. പകരം അത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് ഡെലിവറി ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിനടുത്തുള്ളൊരു ചാറ്റ് ഷോപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് പോകും. അവിടെ എന്തെങ്കിലും കളക്ഷൻസൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൂടാരം പോലെ ഇരിക്കുന്നത്, ഇത് ബുക്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ കല്ലുവിന് ഇപ്പോഴേ ആവശ്യമില്ല, എന്നാലും കുറച്ച് ബുക്സൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വാങ്ങിക്കാൻ വേണ്ടി വയ്ക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുക. നല്ല മഴയുണ്ട് കേട്ടോ അവിടെ. നല്ല റോഡിലൊക്കെ വണ്ടികളൊക്കെ നിറയുണ്ട്. പിന്നെ ഇവിടെ ബിന്ന് കളക്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു. ഓരോ ആഴ്ചയും തിങ്കളാഴ്ച ദിവസമാണ് ഇവിടെ എല്ലാ വേസ്റ്റ് ബിന്നും കളക്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അന്ന് ഓരോ ദിവസം ഏത് ബിന്നാണ്, ഏത് കളർ കോഡിങ് അനുസരിച്ചാണ് ഇവിടെ ബിന്ന് കളക്ട് ചെയ്യുന്നത്, നമ്മൾ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുന്നത്. അതെന്നാണെന്ന് വെബ്സൈറ്റിൽ കാണിച്ചിരിക്കും. അവരുടെ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കാണും. അതനുസരിച്ച് തലേദിവസം തന്നെ ബിന്ന് പുറത്ത് വയ്ക്കണമെന്നാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കളക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തിരിച്ച് റോഡിലൊന്നും വയ്ക്കാതെ തിരിച്ചുകൊണ്ട് വയ്ക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ. മിക്കവാറും എല്ലാവരും ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ജോലിക്കൊക്കെ പോയി കാണും. അതുകൊണ്ടാണ് ബിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വീടിനടുത്തു നിന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രമേ ഇവിടുന്ന് ഷോപ്പിലോട്ടൊക്കെ പോകാനുള്ള ദൂരമേ ഉള്ളൂ. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ റേറ്റ് വെച്ച് നോക്കുമ്പം ആളുടെ അല്ലെങ്കിൽ ഇടയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഈ ചാറ്റ് ഷോപ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല രസമുണ്ടല്ലേ ഈ പുല്ല് കാണാൻ. ഈ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും വളരെ കുറവിന് ചില സാധനങ്ങളുടെ വില കുറച്ചായിരിക്കും ഒരു ഇതിലിട്ടിരിക്കുന്നത്. യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും, പക്ഷെ അത്ര ഡാമേജ് ഒന്നും കാണത്തില്ല. അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പോൾ ചെറിയ ഡെക്കറേഷൻ ഐറ്റംസോ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. കളിപ്പാട്ടങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ കല്ലുവിന്. ഇത് കണ്ടൊരു ചെറിയ ട്രീ ആണ്, നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുവാണ്. ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരും ഇടയ്ക്കിടയ്ക്ക് അവരിവിടെ ഞാൻ ഇങ്ങനെ പോകാറുണ്ട്. ആരെങ്കിലും കൂട്ടുകാരികൾ വരികയാണെങ്കിൽ അവരെ കൂട്ടത്തിൽ ഞാൻ കല്ലുവിനെയും കൂടി കൊണ്ടുപോകാറുണ്ട്. കാരണം കല്ലുവിൻ്റെ കൂടെ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലു ഓക്കെ ആയിരിക്കും. ഞാൻ മാത്രമാകുമ്പോൾ കല്ലു നമ്മൾ പ്രാമിൽ കൊണ്ടുപോകുമ്പോൾ ഓക്കെ ആയിട്ടിരിക്കും. പക്ഷേ കടകളിൽ കയറുമ്പോൾ ഒക്കെ അവിടെ ഇറങ്ങണം, എല്ലാം എടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഗ്ലാസ് ഐറ്റംസൊക്കെ കാണും, ചിലപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയാൽ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ ഉച്ചയ്ക്ക് ശേഷം അവൾ ഉറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പുറത്തോട്ട് പോകും. ചിലപ്പോൾ അവൾ രാവിലെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ എണീക്കും. അങ്ങനെയാണെങ്കിൽ ശബരിചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടൻ്റെ കൂടൊപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡെത്തി. ഇതൊരു നെയിൽ ആർട്ട് ചെയ്യുന്നൊരു കടയാണ്. അങ്ങനെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ ജോലി കഴിയുന്ന സമയമൊക്കെയാണിത്. അതൊക്കെ ആകുമ്പോൾ ആൾക്കാർ വീട്ടിലോട്ട് പോകണ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ താമസിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതായത് ക്രൂക്സ് എന്ന് പറഞ്ഞ ഏരിയയാണ്. അതിപ്പോൾ നമ്മുടെ ഷെഫീൽഡ് തന്നെ കുറച്ച് ഉയരമുള്ള പ്രദേശമാണ്. ഷെഫീൽഡ് ഉയരമുള്ള പ്രദേശമാണ്. അവിടെ തന്നെ കുറച്ചും കൂടി ഉയരമുള്ള പ്രദേശമാണ് ഈ ക്രൂക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗം
സിറ്റി ആ സ്ഥലങ്ങളൊക്കെ കാണാം, ലൈറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തൊന്നുമില്ല. സ്നോ അന്ന് ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്നോ ഒന്ന് കഴിഞ്ഞു. നല്ല വണ്ടിയുള്ള ശബ്ദമുണ്ട്. ഇതൊരു കോഫി ഷോപ്പാണ്. ഇത് വേറൊരു കോഫി ഷോപ്പാണ്. സെൻറ്റ് ലൂക്സിൽ എത്താറായി. സെൻറ്റ് ലൂക്സ് എന്നാണ് ചാരിറ്റി ഷോപ്പിൻ്റെ പേര്. ഇവിടെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ, സെൻറ്റ് ലൂക്സ്, AG UK അങ്ങനെ കുറേ ചാരിറ്റി ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടായിരിക്കും ചാരിറ്റി ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരിക്കും. എല്ലാവരും വരികയും ചെയ്യും, വാങ്ങിക്കുകയും ചെയ്യും സാധനങ്ങളൊക്കെ.
കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി. മെയിനായിട്ടും ഒരു ബുക്ക് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി വീഡിയോസ് അതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാ ആൾക്കാരും വരുന്നതുകൊണ്ട് അപ്പം കുറച്ച് അവരെ പ്രൈവസിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ അവരെ തന്നെ അടുത്ത വേറൊരു ഫർണിച്ചറിൻ്റെ ഒരു കടയുണ്ട്. ഈ സെയിം സെൻറ്റ് ലൂക്സിൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോവുകയാണ്. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി രണ്ടിടത്തും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി വെക്കും. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. Shopping, donating or volunteering here, you are helping us to support local people and their families at some of the most challenging times of their lives. Thank you. Thank you, everybody. Very well.
ഇവിടെ ഇന്ന് വലിയ കളക്ഷൻസ് ഒന്നുമില്ല. ക്രിസ്മസ് കഴിഞ്ഞ സമയത്ത് നല്ല തിരക്കും കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വലുതായിട്ടൊന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് ഒക്കെ ആൾക്കാർ ചെയ്ത് തീർത്തുകൊണ്ട് വരും. അതുപോലെ നീ വരുന്ന സമയം ഇട്ട് വൈകുന്നേരം സമയം ആയതുകൊണ്ടാണ്. രാവിലെ ആയിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടി Yeah, it's reproductive. It's അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വിചാരിച്ചാൽ കയറിയത്. അതിനടുത്ത് തന്നെ വേറൊരു സൂപ്പർ മാർക്കറ്റും കൂടി ഉണ്ട്. പിന്നെ അവിടെയും കൂടി ഒന്ന് കയറി. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, എല്ലാം ഒന്ന് കാണണമല്ലോ. അങ്ങനെ അവിടെ കയറി അതും കൂടി നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കല്ല് ഉറക്കമായിരിക്കും. അന്നേരം അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ വിരിക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കല്ല് എണീക്കുന്നതിന് മുമ്പ് എനിക്കതൊക്കെ തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കല്ല് പിന്നിപ്പം ചിലപ്പോൾ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ താമസിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമാണ് എണീക്കുകയാണെങ്കിൽ. നല്ല തണുത്ത ക്ലൈമറ്റാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. പിന്നെ ചിലപ്പോൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കേക്കിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് അത് ഷോപ്പ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കുറച്ച് ദൂരെ, അത്രയും ബസ് കയറി പോകേണ്ടി വരും. അങ്ങനെ ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളും കൂടി വാങ്ങാറുണ്ട്. അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ചെയ്യും. പിന്നെ സെൻറ്റ് ലൂക്സിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതായത് ഗ്ലാസസും പിന്നെ അതുപോലെ നമ്മളെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഒത്തിരി റേറ്റൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചീപ്പായിട്ടുള്ള റേറ്റിന് അവിടെ നിന്ന് കിട്ടും. അതേപോലെ ഡ്രസ്സുകളൊക്കെ എല്ലാം തന്നെ കിട്ടും. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ അവിടെ നല്ല തിരക്കുമാണ്. ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാറുമുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഓരോ സാധനങ്ങൾ അവരുടെ ഏജിൽ ഇഷ്ടപ്പെടുന്നതാണ്. അത് കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം നമ്മളിങ്ങനെയൊക്കെ വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. മഞ്ഞൊക്കെ മാറി
ഇവിടെ ഫുള്ള് വീടുകളാണ്, അടുത്തടുത്ത് വീടുകളാണ്. നല്ല ഏരിയയാണ്, സ്കൂളൊക്കെ അടുത്തുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. നല്ല രസമായിട്ടുണ്ട് ആ രണ്ട് സൈഡിലും ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ വേണ്ടി. എന്താ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങളിലൊക്കെ ഇലകളൊക്കെ പോയി കഴിഞ്ഞ് ഇനി സീസൺ ആകുമ്പോഴേ ഇതെല്ലാം തിരിച്ച് വരത്തുള്ളൂ. ഇതൊരുമാതിരി മൂടി കാലാവസ്ഥയാണ് ഈ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ. ഇവിടെ നേരത്തെ ഇരുട്ടും പൊള്ളി ഇരുട്ട്. ഇവർക്കൊക്കെ ഇത് കഴിയുമ്പോഴൊരു കാലാവസ്ഥയാണ് ഇഷ്ടം ഇവിടെ ഉള്ളവർക്കൊക്കെ. കാരണം പുറത്തോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഡ്രസ്സുകളൊന്നും നേരെ എല്ലാം സ്വെറ്റർ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പൊക്കെയാണ്. അങ്ങനെ മഞ്ഞ് വീഴുന്നതിന് ശേഷം മുന്നത്തെ തണുപ്പിനേക്കാളും തണുപ്പത്തി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ മഞ്ഞ് വീഴുന്നതിന് 2-3 ദിവസം മുന്നേയും മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. ഈ വരിയായിട്ടിരിക്കുന്നതിൽ എല്ലാ വീടുകളാണ്. പിന്നെ എൻ്റെ വീടെത്താറ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് പുതിയൊരു വ്ളോഗിലൂടെ കാണാം. ടേക്ക് കെയർ. പ്ലീസ് സബ്സ്ക്രൈബ്.